മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഇന്ത്യ 1950 to 1990 എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇമ്പാക്ട് ഓഫ് 5-year പ്ലാൻസ്, ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ പ്രതിഫലനങ്ങൾ എന്തൊക്കെയായിരുന്നുണ്ട്, ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയിൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. കാർഷിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു 5-year പ്ലാൻസ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അപ്പൊ അത് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ ഭാഗത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ലാൻഡ് റിഫോംസ്. ഒന്നാമത്തെ മാറ്റം എന്താണ്? ലാൻഡ് റിഫോംസ്. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂപരിഷ്കരണം. ഓക്കെ, ലാൻഡ് റിഫോംസ് അഥവാ ഭൂപരിഷ്കരണം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഗ്രീൻ റവല്യൂഷൻ. എന്താ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, ഹരിത വിപ്ലവം. ഓക്കെ, ഈ രണ്ട് മാറ്റങ്ങളാണ് കാർഷിക മേഖലയിൽ എപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു 5-year പ്ലാൻസിന്റെ ഭാഗമായിട്ട്, ഇന്ത്യയുടെ 5-year പ്ലാൻസിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തേതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താണ്? ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാണ് എന്താണ് ഭൂപരിഷ്കരണം എന്നുള്ളത്. ഓക്കെ, ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര ലബ്ധി കാലത്ത്, അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രം ലഭിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റം എന്താണ്? ജമീന്ദാരി സിസ്റ്റം, അല്ലെങ്കിൽ മഹൽവാരി സിസ്റ്റം, അല്ലെങ്കിൽ റയത്വാരി സിസ്റ്റം. ഇങ്ങനെ ഒരുപാട് ലാൻഡ് പോളിസീസ് അല്ലെങ്കിൽ ലാൻഡ് സിസ്റ്റംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ജമീന്ദാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം, ഇതൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഇന്ത്യയുടെ ഭൂമി എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വതന്ത്രം ലഭിക്കുന്ന കാലത്തും ഒരുപാട് ആളുകളുടെ കയ്യിൽ, വലിയ വലിയ ജന്മിമാരുടെ കയ്യിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ കൈവശം ഭൂമി ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരു അധികാര കൈമാറ്റം നടന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ ഗവൺമെന്റ് അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടിണി, പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ആളുകൾക്ക് ജോലി ഉണ്ടാക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ, രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. അതായത് പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് വരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവന് സ്വന്തമായിട്ട് ഭൂമിയുടെ അധികാരം നൽകുക. കാരണം അവൻ ഇതുവരെ പണിയെടുത്തുകൊണ്ടിരുന്നത് ഒരു ജന്മിയുടെ അല്ലെങ്കിൽ ഒരു ഭൂപ്രഭുക്കന്മാരുടെ, ഒരു ലാൻഡ് ലോഡിന്റെ കയ്യിലായിരുന്നു. അയാളുടെ കയ്യിൽ 100-200 ഏക്കർ സ്ഥലം ഉണ്ടാവും. അതിന്റെ ഇടയിൽ കുറെ കർഷകർ പണിയെടുക്കുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? ഇത് വിളവെടുക്കുന്ന സമയത്ത് കിട്ടുന്നതിന്റെ 30-40% ആര് കൊണ്ടുപോകും? ജന്മി അവന്റെ പാട്ടം, റെന്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുപോകും. വേറെ അതിനുശേഷം കർഷകന് കിട്ടിയ എത്രയാ? 60% അല്ലെങ്കിൽ 50% മാത്രമാണ്. അവൻ പണിയെടുത്ത് ഉണ്ടാക്കിയതിന്റെ ഒരു ചെലവും വഹിക്കാതെ ആര് കൊണ്ടുപോവുകയാണ്? ജന്മി കൊണ്ടുപോവാൻ, ലാൻഡ് ലോഡ് കൊണ്ടുപോവാൻ. അപ്പൊ കർഷകന് കിട്ടുന്നത് മൊത്തം കിട്ടേണ്ട വരുമാനത്തിന്റെ 50% മാത്രമാകുമ്പോൾ അവന് കടം വാങ്ങിയത് വീട്ടാനോ അവന്റെ ചെലവുകളെ മീറ്റ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ദരിദ്രനായിട്ട് ദാരിദ്ര്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ പോകും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഏത് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്? ലാൻഡ് റിഫോംസ് എന്ന് പറയുന്ന, ഭൂപരിഷ്കരണം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. ഓക്കെ, എന്തായിരുന്നു അതെന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പൊ ലാൻഡ് റിഫോംസിന്റെ, ഭൂപരിഷ്കരണത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്, പ്രഖ്യാപിത ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഭൂപരിഷ്കരണത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ടു ദി ടില്ലേഴ്സ്. ലാൻഡ് ടു ദി ടില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി നൽകുക. ടില്ലർ ആരാ? ടില്ലർ എന്ന് പറഞ്ഞാൽ, ടില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്ന ആളെ ആണ് എന്തെന്ന് പറയുന്നത്? ടില്ലർ എന്ന് പറയുന്നത്. അപ്പൊ മണ്ണിൽ പണിയെടുക്കുന്നത് ആരാ? കർഷകനാണ് മണ്ണിൽ പണിയെടുക്കുന്നത്. അപ്പൊ കർഷകർക്ക് എന്ത് കൊടുക്കുക? ഭൂമി ലഭ്യമാക്കുക. അതായിരുന്നു ആരുടെ മുദ്രാവാക്യം തന്നെ? ഇന്ത്യയിലെ ഭൂപരിഷ്കരണത്തിന്റെ മുദ്രാവാക്യം തന്നെ അതായിരുന്നു, ലാൻഡ് ടു ദി ടില്ലേഴ്സ്, മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി നൽകുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു പോളിസി ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നു, ഒരു നയ തീരുമാനം കൊണ്ടുവന്നു. ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങളാണ് ഈ പറയുന്നത്. പോളിസി ഇനിഷ്യേറ്റീവ്സ്, നയപരമായ തീരുമാനങ്ങളാണ് ഈ പറയുന്നത്.
4 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഗവൺമെന്റ് ഇതിലൂടെ മുൻപോട്ട് വെച്ചത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാന്മാരെ പോലെയുള്ള, ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂപ്രഭുക്കന്മാരെ പറയുന്ന പേരാണ്. അപ്പൊ ജമീന്ദാന്മാരെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. കർഷകന്റെ ഇടയിൽ ഇടനിലക്കാര് വേണ്ട, ആരെന്നെ മതി? കർഷകനെന്നെ മതി. അതാണ് ഇവിടത്തെ ഒന്നാമത്തെ തീരുമാനം. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലെയുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. കർഷകന് ആരുമായിട്ട് ബന്ധം വേണ്ട, ഭൂപ്രഭുക്കന്മാരുമായിട്ട് ബന്ധം വേണ്ട, അത് ഒഴിവാക്കുക, അവരെ മാറ്റി നിർത്തുക. രണ്ടാമത്തെ തീരുമാനം അല്ലെങ്കിൽ രണ്ടാമത്തെ പോളിസി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ടില്ലേഴ്സ്. മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമി വിതരണം ചെയ്യാം, കർഷകന് ഭൂമി വിതരണം ചെയ്യാം. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് എന്ത് നൽകുക? ഭൂമി വിതരണം ചെയ്യുക. അതായത് രണ്ടാമത്തെ തീരുമാനം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ടില്ലേഴ്സ്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ഭൂമി വിതരണം ചെയ്യാം. മൂന്നാമത് ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ് ആൻഡ് ഡിക്ലയറിംഗ് ലാൻഡ് എബോവ് സീലിംഗ് എ സർപ്ലസ്. അപ്പൊ ഇവിടെ ഒരു പുതിയ വേർഡ് വന്നു, സീലിംഗ്. ഓക്കെ, ഫിക്സിംഗ്, സീലിംഗ്. ലാൻഡ് സീലിംഗ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ലാൻഡിന്, ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊന്ന് പറഞ്ഞൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് ഒരാളുടെ കയ്യിൽ 100 ഏക്കർ സ്ഥലമുണ്ട്. ഒരാളുടെ കയ്യിൽ 100 ഏക്കർ സ്ഥലമാണ്. അപ്പൊ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ് ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന സ്ഥലം 10 ഏക്കർ മാത്രമാണ്. ഗവൺമെന്റ് അവിടെ സീലിംഗ് നിശ്ചയിച്ചു, പരിധി നിശ്ചയിച്ചു, ലാൻഡ് സീലിംഗ് നിശ്ചയിച്ചു. ഒരാൾ കൈവശം വെക്കാൻ 10 ഏക്കർ സ്ഥലേ പാടുള്ളൂ. അപ്പൊ 100 ഏക്കർ സ്ഥലമുള്ള ആൾക്ക് പിന്നീട് അത് എത്ര ഏക്കറാക്കി കുറക്കണം? 10 ഏക്കറേ കൈവശം വെക്കാൻ പറ്റുള്ളൂ. ബാക്കി 90 ഏക്കർ ആര് ഏറ്റെടുക്കും? ഗവൺമെന്റ് ഏറ്റെടുക്കും. ഗവൺമെന്റ് ഏറ്റെടുത്ത് ഗവൺമെന്റ് കയ്യിൽ വെക്കാനല്ല. ഓക്കെ, ഗവൺമെന്റ് ഈ 90 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഈ 90 ഏക്കർ സ്ഥലം വിതരണം ചെയ്യും. ഇതായിരുന്നു ഗവൺമെന്റിന്റെ പ്ലാൻ. അപ്പൊ ഇവിടെ ചെയ്തത് ഇതാണ്, ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചർ ഹോൾഡിംഗ്. അല്ലെങ്കിൽ കാർഷിക എന്താണ് എന്താ പറയാ, ഭൂമിക്ക്, കൃഷിഭൂമിക്ക്, കാർഷിക ഭൂമിയല്ല, കൃഷിഭൂമിക്ക്, അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്, കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഒരാളെ കൈവശം വെക്കാവുന്ന കൃഷിഭൂമിക്ക് എന്ത് ചെയ്തു? പരിധി നിശ്ചയിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ഡിക്ലയറിംഗ് ലാൻഡ് എബോവ് സീലിംഗ് എ സർപ്ലസ്. എന്നിട്ട് ആ പരിധിക്ക് അപ്പുറമുള്ളത്, നേരത്തെ പറഞ്ഞ മാതിരി കൃഷിഭൂമിക്ക് 4 ഏക്കർ ഒരാൾക്ക് കൈവശം വെക്കാനുള്ള പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ പരിധി നിശ്ചയിച്ചു. എന്നിട്ട് പറയാണ് അയാളുടെ കയ്യിൽ 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ബാക്കി 6 ഏക്കർ സ്ഥലം ഗവൺമെന്റ് എന്തായിട്ട് ഏറ്റെടുത്തു? ഡിക്ലെയർ ചെയ്തു. ആര്? ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ലാൻഡ് എബോവ് സീലിംഗ് എ സർപ്ലസ്. ആ പരിധിക്ക് പുറമെയുള്ള ഭൂമിയെ ഗവൺമെന്റ് എന്തായിട്ട് പ്രഖ്യാപിച്ചു? സർപ്ലസ് ലാൻഡ് ആയിട്ട്, മിച്ച ഭൂമിയായിട്ട്, ഗവൺമെന്റ് കൈവശം വെക്കുന്ന മിച്ച ഭൂമിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇതായിരുന്നു മൂന്നാമത്തെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം അതാണ്. ഓക്കെ, ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്. കൃഷിഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ആ പരിധിക്ക് അപ്പുറമുള്ള ഭൂമിയെ എന്തായിട്ട് പ്രഖ്യാപിച്ചു? മിച്ച ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് മൂന്നാമത് പറയുന്നത്, ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ് ആൻഡ് ഡിക്ലയറിംഗ് ലാൻഡ് എബോവ് സീലിംഗ് ആസ് സർപ്ലസ്. ഇതായിരുന്നു ആദ്യത്തെ 3 പോളിസി ഇനിഷ്യേറ്റീവ്സ്, നയപരമായ തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുത്തത്. നാലാമത്തത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ദി ലാൻഡേഴ്സ്. ഇനി ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചിട്ട് മിച്ചഭൂമി ഏറ്റെടുത്താൽ മാത്രം പോരാ, അത് ഗവൺമെന്റിന്റെ കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? ആ മിച്ച ഭൂമി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആർക്ക് വിതരണം ചെയ്തു? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് ദി ലാൻഡേഴ്സ്. ഭൂമി ഇല്ലാത്ത, ലാൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ 1 സെന്റ് പോലും ഭൂമി ഇല്ലാത്ത ആളുകൾ. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഈ മിച്ച ഭൂമി ആര് വിതരണം ചെയ്തു? ഗവൺമെന്റ് വിതരണം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഏക്കർ സ്ഥലമുള്ള ആളെ കയ്യിൽ നിന്ന് ഗവൺമെന്റ്, ഒരുപാട് ഏക്കർ സ്ഥലമുള്ള ആളെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തിട്ട് സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഗവൺമെന്റ് വിതരണം ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇതായിരുന്നു ഭൂപരിഷ്കരണത്തിന്റെ പോളിസി ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. 4 നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ലാൻഡ് റിഫോംസ് കൊണ്ട് ഇന്ത്യയിൽ സംഭവിച്ചത്? ഓക്കെ, അതായത് 200 lakh tenants, അതായത് 2 കോടി ആളുകൾ ഇന്ത്യയിൽ 200 lakh tenants, 2 കോടി കുടിയാന്മാർക്ക്. ടെനൻസ് എന്ന് പറഞ്ഞാൽ കുടിയാൻ, ജന്മിയുടെ കീഴിൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശം ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെയാണ് കുടിയാന്മാരെന്ന് പറയുന്നത്. അപ്പൊ ടെനൻസിന്
ഭൂമി വിതരണം ചെയ്തു. കർഷകൻ തന്നെയാണ് ടെനൻസ് എന്ന് പറയുന്നത്. അപ്പൊ കർഷകൻ അല്ലെങ്കിൽ കുടിയാന്മാർക്ക് 200 ലക്ഷം എന്ന് പറഞ്ഞാൽ 2 കോടി ആളുകൾക്ക് ഭൂമി വിതരണം ചെയ്തു. ഏതിലൂടെ? ലാൻഡ് റിഫോംസിലൂടെ. ഓക്കെ, ഇറ്റ് വാസ് സക്സസ്ഫുൾ ഇൻ 2 സ്റ്റേറ്റ്സ്, കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഇത് വളരെ വലിയ വിജയമായിട്ട് മാറി. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് പരാജയപ്പെടുകയാണ് ചെയ്തത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തോതിൽ വിജയിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലാൻഡ് ലോഡുകൾ, ഭൂപ്രഭുക്കന്മാർ ഇതിനെതിരെ തിരിഞ്ഞു. അവരെന്ത് ചെയ്തു? അവർക്ക് മനസ്സില്ല, അവരുടെ കയ്യിലുള്ള ഇത്രയും വലിയ സ്വത്തുക്കള് ഗവൺമെന്റിലേക്ക് വിട്ടുകൊടുത്തിട്ട് അത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് എപ്പോഴും ജന്മിമാരായിട്ട് നേതാക്കന്മാരായിട്ട് ആ സ്ഥലത്ത് നിലനിൽക്കാനായിരുന്നു ആഗ്രഹം. അപ്പൊ അവരിതിനെ എതിർക്കാൻ തുടങ്ങി. എങ്ങനെ എതിർത്തത്? ചില ആളുകൾ അവരെന്നെ കർഷകരായിട്ട് ചമഞ്ഞു. ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കർഷകരെന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോ കർഷക ഭൂമി നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് പിടിച്ചെടുത്തോണ്ടിരുന്നത്. അപ്പൊ അവരെ കർഷകരായിട്ട് ചമഞ്ഞിട്ട് അവരെ കബളിപ്പിച്ചു. രണ്ടാമത്തത് ലോയില്, നമ്മുടെ നിയമത്തിൽ, ലൂപ്പ് ഹോൾസ് ഇൻ ലോസ്, നമ്മുടെ നിയമത്തിൽ ഒരുപാട് പൈതകളുണ്ട്. അവര് ലാൻഡ് ലോഡ്സുകൾ കേസ് കൊടുത്തു, കോർട്ടിൽ കേസ് കൊടുത്തു. നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേകത, ഒരു ലാൻഡ് കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 20-30 ഇയേഴ്സ് വരെ, മാക്സിമം 10 ഇയേഴ്സ് വരെ, ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം വരെ ഇതിന്റെ വിധി വരിക. ഇതിങ്ങനെ ഓരോരോ അവധികൾ പറഞ്ഞിട്ട് ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. അപ്പൊ ഈ ഒരു ലൂപ്പ് ഹോൾ ആരെടുത്തു? ലാൻഡ് ലോഡ്സ് എടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. അപ്പൊ എന്താ സംഭവിച്ചത്? ഇതിന് ജന്മിമാർക്ക് ഇത് കൈമാറ്റം ചെയ്യാനുള്ള സമയം കിട്ടി. അവരെന്ത് ചെയ്തു? ബിനാമി സിസ്റ്റം കൊണ്ടുപോകും. എന്താ ബിനാമി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എന്റെ പേരിൽ ഞാൻ സ്വത്ത് വാങ്ങുന്നതിന്റെ പകരം ഞാൻ വാങ്ങുന്നത് മറ്റൊരാളുടെ പേരിലാവും. അപ്പൊ എന്റെ പേരിൽ സ്വത്തില്ല, വേറൊരാളുടെ പേരിലാണ്. പക്ഷെ എന്റെ സ്വത്ത് തന്നെയാണ് അയാളുടെ പേരിലുള്ളത്. ഇത് തന്നെ ലാൻഡ് ലോഡ്സ് ചെയ്തു. അവരെന്ത് ചെയ്തു? അവരുടെ പേരിൽ നിന്ന് സ്വത്ത് ഒന്നെങ്കിൽ മക്കളുടെ പേരിൽ, പേരക്കുട്ടികളുടെ പേരിൽ, അയൽവാസികളുടെ പേരിൽ, അവരുടെ സ്വന്തക്കാരുടെ പേരിൽ, അല്ലെങ്കിൽ അവര് പൈസ കൊടുത്ത് വാങ്ങിയ മറ്റാളുകളുടെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ കേസൊക്കെ കഴിഞ്ഞ് വന്നു നോക്കിയപ്പോ ഇവരെ പേരിൽ പറഞ്ഞ പരിധിയിലുള്ളിലുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലങ്ങളൊക്കെ വേറെ ആളുകളുടെ പേരിലായി. അപ്പൊ അങ്ങനെ ആ രൂപത്തില് ഈ വലിയ ലാൻഡ് ലോഡ്സുകൾ ഇത്തരത്തിലുള്ള ലൂപ്പ് ഹോൾസുകൾ ഉപയോഗിച്ചിട്ട് ഏതിനെ തകർത്തു? ഫെയിൽഡ് ആക്കി. ഭൂപരിഷ്കരണത്തെ ഫെയിലിയർ ആക്കി. ഓക്കെ, മറ്റു 2 സംസ്ഥാനങ്ങളിലെ ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. ഒന്ന് കേരളത്തിലും മറ്റൊന്ന് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലും പശ്ചിമ ബംഗാളിലും മാത്രം. ഓക്കെ, അപ്പൊ ഈ ഭാഗം ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഒന്നാമത് നമ്മൾ കാർഷിക മേഖലയിലെ പ്രതിഫലനത്തിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത്, അഗ്രികൾച്ചറൽ സെക്ടറിലെ ഇമ്പാക്റ്റിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ലാൻഡ് റിഫോംസ് ആയിരുന്നു. ഇനി രണ്ടാമത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീൻ റവല്യൂഷൻ. ഏതാണ്? ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇന്ന് ഇത്രയും വലിയ പ്രൊഡക്ഷനിൽ ഇന്ന് നമുക്ക് സർപ്ലസ് ആണ് ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ, ഭക്ഷ്യധാന്യങ്ങൾ ഒരുപാട് നമ്മുടെ കയ്യിൽ എന്താണ്? സ്റ്റോക്കാണ്. ബാക്കി വന്നിട്ട് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കണം ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി. അത്രക്കും വലിയ രീതിയിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷിക മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായത് ഗ്രീൻ റവല്യൂഷന്റെ കടന്നുവരവോട് കൂടിയിട്ടാണ്. അതുവരെ ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻസിന് ഷോർട്ടേജ് ആയിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാതെ ഒരുപാട് പേര് പട്ടിണി കിടന്നിട്ടുണ്ട്. ബംഗാൾ ഫാമിൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരേ ഒരാൾക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അമർത്യ കുമാർ സെൻ, AK സെൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ നിന്ന് എക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുൻപ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് അമർത്യ സെൻ, AK സെൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പഠനം എന്തിനെ കുറിച്ചുള്ളായിരുന്നു? ബംഗാൾ ഫാമിനെ കുറിച്ചായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു പട്ടിണി മരണങ്ങൾ സംഭവിച്ചൊരു കാലഘട്ടം ഇന്ത്യക്ക് സ്വതന്ത്രത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇന്ന് കാണുന്ന രൂപത്തിൽ ഫുഡ് സർപ്ലസ്, ഭക്ഷ്യധാന്യങ്ങളുടെ വലിയ ശേഖരമുള്ള രാജ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അതിനൊരുപാട് ദോഷങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഹരിത വിപ്ലവം എന്താണെന്നും അതെങ്ങനെയാണെന്നുള്ളതും അതിനെ ഏതൊക്കെ രീതിയിലാണ് നടപ്പിലാക്കിയെന്നുള്ളതും അതിനുശേഷം അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുശേഷം കിട്ടിയ ബെനഫിറ്റ്സുകളും അതുപോലെ തന്നെ ഡിഫക്ട്സുകൾ, അതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്തൊക്കെയും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്.
അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആരാണ്? നോർമാൻ ബോർലോഗ്. നോർമാൻ ബോർലോഗ് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ്. കാരണം ലോകത്തെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നോർമാൻ ബോർലോഗ്. ഈ വ്യക്തിയെ കൊണ്ട് ലോകത്തിൽ ഒരുപാട് പേരുടെ പട്ടിണി മാറിയിട്ടുണ്ട്. കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരുപാട് വർദ്ധിച്ചതോട് കൂടിയിട്ട്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചതോട് കൂടിയിട്ട്, ഭക്ഷ്യധാന്യങ്ങൾ ഒരുപാടായതോട് കൂടിയിട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുകയും സാധാരണക്കാരനെ കൊണ്ട് അത് വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ ഇന്നത്തെ അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് നോർമാൻ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയിട്ടുണ്ട്. സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഹരിത വിപ്ലവം കൊണ്ട് തന്നെ. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തില് ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് നമ്മുടെ നൊബേൽ കമ്മിറ്റി എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു? നൊബേൽ പ്രൈസ് വരെ, പീസിനുള്ള നൊബേൽ പ്രൈസ് വരെ, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് വരെ നൽകി. അത്രയും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് നോർമാൻ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അദ്ദേഹമാണ് ലോകത്തെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ദി വേൾഡ്. ഇനി ഇന്ത്യയുടെ കോണ്ടസ്റ്റിലേക്ക് വന്നാൽ ഒരു മലയാളി, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മലയാളിയാണ് ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. എം.എസ്. സ്വാമിനാഥൻ എന്ന് പറയുന്ന മലയാളിയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഏറ്റവും പ്രധാനി എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? എം.എസ്. സ്വാമിനാഥനാണ്. ഓക്കെ, ദെൻ അദ്ദേഹം എന്താ ഇവിടെ കൊണ്ടുവന്നത്? ഒരു ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി, ഒരു പുതിയ കാർഷിക നയം ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഒരു മോഡേൺ ഫാമിംഗ്, ആധുനിക കൃഷി, അതാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആധുനിക കൃഷി രീതി, നമ്മുടെ പഴഞ്ചൻ കൃഷി രീതിക്ക് പകരം, ട്രഡീഷണൽ ഫാമിങ്ങിന് പകരം, ട്രഡീഷണൽ മെത്തേഡ്സിന് പകരം ഒരു മോഡേൺ ആയിട്ടുള്ള ഫാമിംഗ് സിസ്റ്റം, ഒരു പുതിയ കാർഷിക സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ആര് ചെയ്തത്? എം.എസ്. സ്വാമിനാഥൻ ചെയ്തത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന് വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ ചേർത്തിട്ടാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഉണ്ടാക്കിയത്? നമ്മളൊരു സാധനം കുക്ക് ചെയ്യുമ്പോൾ, ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കും. ഓക്കെ, ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരുപോലെ ചേർത്താലേ, അളവിൽ ചേർത്താലേ ആ സാധനം രുചികരമാവും. അതുപോലെ തന്നെയാണ് ഗ്രീൻ റവല്യൂഷൻ വിജയിച്ചത്. എന്തുകൊണ്ടാണ്? അതിലെ ഇൻഗ്രീഡിയൻസ്, അതിലെ ഘടകങ്ങളെല്ലാം ഒരുപോലെ ചേർത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഘടകങ്ങൾ എന്തൊക്കെയാന്നുള്ള, ആ ചേരുവകൾ എന്തൊക്കെയാന്നുള്ളതാണ്, ആ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ദ യൂസ് ഓഫ് ഹൈ ഹീൽഡിംഗ് വെറൈറ്റി സീഡ്സ്. ഹൈ ഹീൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ മാറ്റമാണ്. ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു പോന്നിരുന്ന വിത്തിനങ്ങൾ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല വിത്തുകൾ തന്നെയാണ്. പക്ഷെ ആ വിത്തിനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ്? അതിന്റെ വിളവ് കുറവായിരുന്നു. നല്ല സാധനമാണ്, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഉണ്ടായി എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു കൃഷി കൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ മാത്രം അത്യുൽപാദന ശേഷി ഇല്ലാത്ത വിത്തുകളായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് പകരം പുതിയ വിത്തിനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ HYV സീഡ്സ്, ഹൈ യീൽഡിംഗ് വെറൈറ്റി, ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചു. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ്. ഇതിൻ്റെത് ഹരിത വിപ്ലവത്തിന്റെ, ഗ്രീൻ റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചതാണ്. രണ്ടാമത്തത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. നമ്മുടെ കൃഷിയിൽ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വളം ചേർക്കുന്നതിൽ, ഫെർട്ടിലൈസർ യൂസിൽ കുറവായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് കുറവായെന്ന് ചോദിച്ചാൽ നമ്മുടെ ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഒരു പരിധി വരെ അതിന് ഫലം നൽകുന്നുള്ളൂ. അപ്പൊ അതിന് പകരം ഇവിടെ ഗ്രീൻ റവല്യൂഷനിൽ എന്ത് ഉപയോഗപ്പെടുത്തി? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ കൂടുതൽ വിളവുണ്ടാവാൻ തുടങ്ങി. കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പെസ്റ്റുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പെസ്റ്റിസൈഡ്സുകൾ ഉപയോഗിച്ചു, കീടനാശിനികൾ ഉപയോഗിച്ചു. അപ്പൊ രണ്ടാമത്തത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. രണ്ടാമത്തെ ഘടകം എന്താണ്? രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചു. മൂന്നാമത്തത് ദ യൂസ് ഓഫ്
modern implements like tractor, pump set, etc. ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മുൻപ് കാലത്ത് നമ്മളൊരു വയല് പൂട്ടാൻ വേണ്ടിയിട്ട് കാളകൾ ഉപയോഗിച്ചിരുന്നത്. അത് ഒരു ദിവസം ഒരു ആഴ്ചയ്ക്ക് ഒരു വലിയ കണ്ടം പൂട്ടി തീർക്കാൻ, ഒരു വലിയ പ്രദേശം ഇത് മറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിരുന്ന സമയത്ത് ട്രാക്ടറുകൾ വന്നപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ട്രാക്ടർ ചെയ്യും. അപ്പൊ ട്രാക്ടറുകൾ ഉപയോഗിച്ചതോട് കൂടിയിട്ട് ആളുകളുടെ കൂടുതൽ കൃഷിഭൂമികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ എളുപ്പത്തിൽ സാധിച്ചു. ദെൻ രണ്ടാമതുണ്ടായിരുന്ന പ്രശ്നം, നമ്മളെ കൃഷിയിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? മുക്കി പാരുക ചെയ്യാം. അപ്പൊ ഒരു കണ്ടത്തിലേക്ക്, ഒരു പാടത്തേക്ക് എത്ര പ്രാവശ്യം മുക്കി പാർന്നാലാണ് ആ പാടത്തേക്ക് വേണ്ട വെള്ളമാവുക? അപ്പൊ അതിന് ഒരുപാട് അധ്വാനം ആവശ്യമായി. അപ്പൊ അതിന് പമ്പ് സെറ്റുകൾ, മോട്ടോറുകൾ ഉപയോഗിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം, വിത്ത് നടാനും വിത്ത് പറിക്കാനും അല്ലെങ്കിൽ വിളവെടുക്കാനും ഒക്കെ പുതിയ ആധുനിക സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചപ്പോൾ കൃഷി ഒന്നും കൂടി ലളിതമായി. അപ്പൊ ആധുനിക സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ ഏതിലേക്ക് കൊണ്ടുവന്നു? കൃഷിയിലേക്ക് കൊണ്ടുവന്നു. യൂസ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടർ, പമ്പ് എക്സെട്ര. അതാണ് മൂന്നാമത് പറയുന്നത്. പമ്പ് സെറ്റുകളെ പോലെ, ട്രാക്ടറുകളെ പോലെയുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങളെ കൊണ്ടുവന്നു. അതാണ് മൂന്നാമത്തെ ചേരുവ. നാലാമത്തത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയിലെ കൃഷിയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വെള്ളമാണ്. കൃഷി വെള്ളം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ കൃഷി തുടങ്ങിപ്പോകും. വളം ചേർത്തുകൊണ്ട് കൃഷി ഉണ്ടാവില്ല. കൃത്യമായിട്ട് നനച്ച് വെള്ളം നൽകണം. അപ്പൊ ഇന്ത്യയിൽ മഴ പെയ്യുന്ന കാലത്ത് നല്ല വെള്ളമായിരിക്കും, അല്ലാത്ത സമയത്ത് വയലിൽ വെള്ളം ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ കൃഷി നടക്കൂല. അപ്പൊ കുറച്ച് മഴ പെയ്യുന്ന ടൈമിൽ മാത്രം കൃഷിയും ബാക്കിയുള്ള സമയം വയൽ ഒഴിഞ്ഞു കിടക്കുക ചെയ്തിരുന്നത്. അതിനൊരു പരിധി വരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ കൊണ്ടുവന്നതോടുകൂടിയില്ല. എങ്ങനെയാണ് വെള്ളെത്തിച്ചത്? നമ്മൾ നദികളിൽ തടയണകൾ കെട്ടിയിട്ട് തടയണകളിൽ നിന്ന് കനാലുകൾ നിർമ്മിച്ചു. പൈപ്പുകളും അല്ലെങ്കിൽ ചാലുകളും നിർമ്മിച്ചിട്ട് ആ ഡാമിൽ തടഞ്ഞു നിർത്തിയ വെള്ളം വേനൽക്കാലത്ത് കൃഷിക്ക് വേണ്ടിയിട്ട് കനാലുകളിലൂടെ ഇവിടേക്ക് എത്തിച്ചു കൊടുത്തു, പാടത്തേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ കൃഷി ഒന്നും കൂടി എളുപ്പമായി. എല്ലാ സമയത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യാമെന്നുള്ള ഒരു സംവിധാനമായി. അതാണ് ജലസേചന സൗകര്യം ഒരുക്കി എന്നതുകൊണ്ട് പറയുന്നത്. ദെൻ അഞ്ചാമത്തത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ ഗുഡ്സ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിംഗ്, വിപണി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊടുക്കും. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലക്ക് വിൽക്കാനും കൂടി പറ്റണമെങ്കിൽ ആരുടെ കയ്യിൽ പണം ഉണ്ടാവുള്ളൂ? കർഷകന് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കർഷകർ ആ സാധനം വീണ്ടും കൃഷി ചെയ്യുള്ളൂ. അപ്പൊ അത്തരത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റിയ വിപണി നിർമ്മിച്ചു നൽകി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി നിർമ്മിച്ചു. അതാണ് പറഞ്ഞത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ ഗുഡ്സ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യത ഒരുക്കി കൊടുത്തു. ഓക്കെ, ദെൻ ക്രെഡിറ്റ് വിത്ത് ലോ ഇൻട്രസ്റ്റ്. ഈ കർഷകർക്ക് ഈ കൃഷി എന്ന് പറയുന്നത് ഒരുപാട് ദീർഘമായ പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഒരു കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം കൊടുന്ന് അത് വിറ്റാൽ നമുക്ക് ആ പണം തിരിച്ചു കിട്ടും. പക്ഷെ കൃഷിക്ക് അങ്ങനെയല്ല. കൃഷിക്ക് പണം മുടക്കി കഴിഞ്ഞാൽ ആ കൃഷി കഴിഞ്ഞ് വിളവെടുത്ത് ആ വിളവ് വിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുടക്കിയ പണം തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അത് ഒരുപാട് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. 3-4 മാസം എടുക്കും. എന്നാലേ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാലും കുറച്ചു കാലം കഴിഞ്ഞിട്ട് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാലം കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കുക? അപ്പൊ കർഷകർക്ക് വായ്പ ആവശ്യമാണ്, വായ്പ വേണം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, കാർഷിക വായ്പാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. കുറഞ്ഞ പലിശയിൽ കർഷകർക്ക് എന്ത് നൽകാൻ തുടങ്ങി? വായ്പകൾ ഗവൺമെന്റ് മുഖാന്തരം നൽകാൻ തുടങ്ങി. അപ്പൊ അവർക്കൊരു വലിയ സഹായമായിട്ട് അത് മാറി. ഈ 6 ഘടകങ്ങളാണ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്, ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്. ഈ ചേരുവകൾ കൊണ്ടാണ് ഇന്ത്യയിൽ എന്ത് വിജയിച്ചത്? ഹരിത വിപ്ലവം ഇന്ത്യയിൽ ഒരു വലിയ വിജയമായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ 6 എണ്ണം കൃത്യമായിട്ട് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി ഈ ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കിയത് നേരിട്ടാണ് നടപ്പിലാക്കില്ല ചെയ്യാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം അതൊന്ന് ടെസ്റ്റ് ചെയ്തു ശരിയാവോ ഇല്ലേ എന്നുള്ളത്. അതായത് ടെസ്റ്റ് ചെയ്തിട്ട് ശരിയാവണമെങ്കിൽ അത് അപ്ലൈ ചെയ്യുള്ളൂ. തെറ്റാണെങ്കിൽ അതിൽ എന്ത് തെറ്റ് പറ്റി, എവിടെയാണ് പ്രശ്നം, അതൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഏതൊരു കാര്യവും അങ്ങനെയാണ്. അതുപോലെ തന്നെയായിരുന്നു ഹരിത വിപ്ലവം നടപ്പിലാക്കിയത്. 2 ഘട്ടങ്ങളിലായിട്ടാണ്, 2 ഫേസുകളിലായിട്ടാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവവും ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത്. ഫസ്റ്റ് ഫേസ് 1 1965 to 1975, 1965 മുതൽ 1975 വരെയുള്ള കാലഘട്ടത്തെയാണ് ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം എന്ന് പറയും.
ഈ ഘട്ടത്തിൽ 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുത്തു. കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്ന 3 സംസ്ഥാനങ്ങൾ. ഒന്ന് പഞ്ചാബ്, മറ്റൊന്ന് തമിഴ്നാട്, പിന്നെ ഒന്ന് ആന്ധ്രാപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുത്തു. ഇനി ഈ സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഏത് നടപ്പിലാക്കിയത്? ഗ്രീൻ റവല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് ഫേസിൽ ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കിയത് ഈ 3 സംസ്ഥാനങ്ങളിലാണ്: പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മെയിൻലി ഇൻക്രീസ്ഡ് വീറ്റ് പ്രൊഡക്ഷൻ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് മെയിൻ ആയിട്ട് ആ ഒരു ഫേസിൽ ഇൻക്രീസ് ചെയ്തത് വീറ്റ് പ്രൊഡക്ഷൻ മാത്രമായിരുന്നു. വീറ്റ്, ഗോതമ്പത്തിന്റെ കൃഷിയാണ് ഭയങ്കരമായിട്ട് കൂടിയത്. മറ്റ് വിളകളിലേക്ക് ഇത് അത്രത്തോളം എന്തായില്ല, സക്സസ്ഫുൾ ആയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഫസ്റ്റ് ഫേസിനെ ആളുകൾ എന്ത് വിളിച്ചു? വീറ്റ് റവല്യൂഷൻ എന്നാണ് വിളിച്ചത്. ഗ്രീൻ റവല്യൂഷന്റെ ഫസ്റ്റ് ഫേസ് അറിയപ്പെടുന്നത് വീറ്റ് റവല്യൂഷൻ എന്നാണ്, ഗോതമ്പ വിപ്ലവം എന്നാണ്. കാരണം എന്താ? കാരണം എത്രയേ ഉള്ളൂ, ആ ഒരു ഫേസിൽ ആ ഒരു സമയത്ത് ഏത് കൃഷി മാത്രമാണ് വർദ്ധിച്ചത്? ഗോതമ്പത്തിന്റെ, വീറ്റിന്റെ കൃഷി മാത്രമാണ് വർദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിനെ, ആ ഒരു ഫേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വീറ്റ് റവല്യൂഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ്, ഒരു പോരായ്മയാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഈ പോരായ്മകൾ തിരുത്തിയിട്ടാണ് രണ്ടാമത്തെ ഫേസ് വന്നത്. അപ്പൊ രണ്ടാമത്തെ ഫേസ് 75 to 85 ആണ്. 1975 മുതൽ 85 വരെ കാലഘട്ടത്തിലാണ് ഗ്രീൻ റവല്യൂഷന്റെ എന്ത് വന്നത്? രണ്ടാമത്തെ സ്റ്റേജ് നടപ്പിലാക്കിയത്. അപ്പൊ അവിടെ എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ടുവന്നത്? സ്പ്രെഡ് ടു മോർ സ്റ്റേറ്റ്സ് ആൻഡ് മോർ ക്രോപ്സ്. ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും, ഗോതമ്പത്തിലേക്ക് മാത്രമല്ല എല്ലാ വിളകളിലേക്കും ഇത് വ്യാപിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഒരു ഗോതമ്പ വിപ്ലവം മാത്രമായിട്ടല്ല ഇന്ത്യ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ വിളകളിലും, പച്ചക്കറികളിലേക്കും പഴങ്ങളിലേക്കും അതുപോലെ തന്നെ ഗ്രെയിനുകൾ, എന്താ പറയുക, ഫുഡ് ഗ്രെയിൻസിൽ എല്ലാ ക്രോപ്സിലേക്കും എല്ലാ തരത്തിലുള്ള വിളകളിലേക്കും ഇത് വ്യാപിപ്പിച്ചു ഇന്ത്യ ഗവൺമെന്റ്. ഏത് ഫേസിൽ? സെക്കൻഡ് ഫേസിൽ. അപ്പൊ എല്ലാ സ്റ്റേറ്റിലും, എല്ലാ സംസ്ഥാനത്തെയും എല്ലാ വിളകളിലേക്കും ഇത് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് ഹൈ പ്രൊഡക്ഷൻ, ഇന്ത്യയുടെ കാർഷിക ഉൽപാദനം, ഹൈ പ്രൊഡക്ഷൻ, വളരെ വലിയ വിപ്ലവം ഉണ്ടാക്കി. ഇന്ത്യയുടെ കാർഷിക ഉൽപാദനത്തിൽ വളരെ വലിയ വർധനവുണ്ടാക്കി. ആൻഡ് സർപ്ലസ് ഇൻ ഫുഡ് ഗ്രെയിൻസ്. അതോടുകൂടിയിട്ട് ഇന്ത്യ എന്തിലേക്ക് വന്നു? ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരത്തിലേക്ക്. അതായത് ആളുകൾക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ എന്താവാൻ തുടങ്ങി? ബാക്കിയാവാൻ തുടങ്ങി. ഈ ബാക്കിയുള്ള സാധനങ്ങൾ ശേഖരിച്ചു വെച്ചിട്ട് അടുത്ത സമയത്ത്, ഇപ്പൊ നെല്ലുകളും മറ്റൊക്കെ കുറെ കാലത്തേക്ക് നമ്മൾ ശേഖരിച്ച് പ്രോസസ് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ഈ ഒരു ക്ഷാമം ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കോ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ ശേഖരിക്കാൻ മാത്രമുള്ള ഒരു ശക്തിയായിട്ട് ഒരു വലിയ മേഖലയിലേക്ക് ഇന്ത്യ കടന്നു വന്നു. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഗുഡ്സിന്റെ ഇമ്പോർട്ട് ഇന്ത്യ പുനഃസ്ഥാപിച്ചു. ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കും എല്ലായിടത്തേക്കും ഇന്ത്യയിലെ പച്ചക്കറികളും പഴങ്ങളും മറ്റു ഭക്ഷ്യധാന്യങ്ങളെല്ലാം കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ കാർഷിക സമ്പദ് വ്യവസ്ഥയായിട്ട് ആര് മാറി? ഇന്ത്യ മാറിയെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതേതോട് കൂടിയിട്ടാണ്? ഹരിത വിപ്ലവത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 2 ഫേസുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ പരിമിതികളും അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.